സർ, ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതായത് 2025 പാസ് ഔട്ടായവർ, അതിനു മുമ്പായിട്ട് 2024 പാസ് ഔട്ടായ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഈ നീറ്റ്, കീം, JEE അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചിട്ട് ആ ഒരു ഗ്യാപ്പായിട്ട് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് അവർക്ക് ഓസ്ട്രേലിയ ഒരു ഓപ്ഷൻ എടുക്കാനുണ്ടോയെന്ന്. പക്ഷേ നമുക്ക് അവർക്ക് ആസ് ഓഫ് നൗ ഓസ്ട്രേലിയ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആബി സർവീസസ്, ഒരു ഓസ്ട്രേലിയൻ സ്റ്റഡി എക്സ്പേർട്ടായ നമുക്ക് അവർക്ക് എന്ത് ഓപ്ഷൻ ആയിരിക്കും കൊടുക്കാൻ പറ്റുക? ആക്ച്വലി നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള റൂൾസ് പ്രകാരം 2025 ശേഷം, അതായത് 2026 പാസ്ഔട്ടുകാർക്ക് മാത്രമാണ് നമുക്ക് ഓസ്ട്രേലിയക്ക് ഇപ്പം ഇടാവുന്നത്. 2025 പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ആ ഗ്യാപ്പ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. അതിന് പകരം ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ, നമ്മളുടെ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നല്ല ക്യാമ്പസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 വർഷത്തോളമായി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പസ് ഓസ്ട്രേലിയയിൽ എന്താണോ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേ ഫെസിലിറ്റി അല്ലെങ്കിൽ അതേ ഫാക്കൽറ്റി അതേ സിലബസ് ഇത് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് നാളെ ഓസ്ട്രേലിയക്ക് പോകണം, ഇവർക്കല്ലേ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഗുണം എന്നാന്ന് ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ പോവുക, അവിടെ പഠിക്കുക, അവിടെ ജോലി ചെയ്യുക, അതൊക്കെയാണല്ലോ അവരുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇവർക്ക് പോകാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ഇതുപോലെ ഉള്ള ക്യാമ്പസുകളിൽ, ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാത്വേ എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ പഠിച്ചിട്ട് അവർക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു അതിനകത്തൊരു കണ്ടീഷനുണ്ട്. ഫിനാൻഷ്യലി അവർക്ക് അങ്ങനെ ഫിനാൻഷ്യൽ റിക്വയർമെന്റും കാര്യങ്ങളും എല്ലാം ഓസ്ട്രേലിയയുടെ എന്താണ് ആ സമയത്ത് എന്താണോ അത് അവർ മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന അതേ ബെനിഫിറ്റ്സ് തന്നെ അപ്പം നമ്മുടെ പിള്ളേർക്ക് ഇന്ത്യയിലും കിട്ടുന്നുണ്ട്. അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബെനിഫിറ്റ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫാക്കൽറ്റി, ഇപ്പൊ ഫാക്കൽറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫാക്കൽറ്റിയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്ടുകൾ തന്നെയാണ് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണോ എഡ്യൂക്കേഷൻ അത് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇപ്പോൾ നാളെ അവർക്ക് ഓസ്ട്രേലിയക്ക് പോകണ്ട, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ തന്നെ സെറ്റിൽ ആവും, നല്ല തൊഴിലവസരം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആണ് നമ്മുടെ പ്രോഗ്രാംസ്. ഓക്കെ സർ, അപ്പം നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കുന്നത്, അപ്പോൾ ഇവർക്ക് കിട്ടുന്ന നല്ല ഒരു റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കുമോ? അതുപോലെ തന്നെ ഇവർക്ക് പ്ലേസ്മെന്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ IIT, IIM അല്ലെങ്കിൽ NIT അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പോലെയോ അതിനേക്കാളും റാങ്കിങ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ ഇവിടെ NIT അല്ലെ IIT, IIM ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ നീറ്റ്, കീം, JEE അതൊക്കെ പഠിച്ച് ഒരു വർഷമായാലും അവർക്ക് സമയം കളയേണ്ടി വരും. ഇതേ സമയം ഇതിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മെറിറ്റ് ബേസിലാണ് അഡ്മിഷൻ വരുന്നത്. അപ്പം അവർക്ക് അതിലും അതൊക്കെ ഒപ്പോ അല്ലെങ്കിൽ സമയം കളയാതെ, ഇയർ കളയാതെ അതൊക്കെ ഒപ്പോ അതിലേക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കരിയർ അവർക്ക് ഇപ്പം നമുക്ക് IIM പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് സാധാരണ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 25 lakhs സ്റ്റാർട്ടിങ് സാലറി, ആ ഒരു റേഞ്ചിലേക്കൊക്കെയാണ് സാധാരണഗതിയിൽ പ്ലേസ്മെന്റ് കിട്ടുന്നത്. ആ ഒരു റേഞ്ചോ അതിനൊക്കെ മേലെയാണ് നമുക്ക് പ്ലേസ്മെന്റ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഓസ്ട്രേലിയക്ക് സ്റ്റുഡൻസിന് പോകണമെങ്കിൽ അതിന്റെ ഒരു ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇവിടെ ഒരു കരിയർ എടുക്കണമെങ്കിൽ തന്നെ അതിനും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ആബി സർവീസസിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗൈഡൻസ് അവർക്ക് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും ആബി സർവീസസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം. RP Services, Australian Study Experts.